ഹായ് കൂട്ടുകാരെ, ബ്രില്യൻ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ എന്താണ് ആ വീഡിയോ എന്ന് നമുക്ക് നോക്കിയാലോ? നേരെ വീഡിയോയിലേക്ക് ഇട്ടാലോ? നമുക്ക് ആദ്യം വേണ്ടത് ഇതുപോലത്തെ 2 ചിരട്ടകളാണ് കേട്ടോ. ഇതിൻ്റെ ഷാർപ്പായി നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ നമുക്കൊന്ന് സാൻഡർ ഉപയോഗിച്ച് ലെവലാക്കി എടുക്കാം. അങ്ങനെ നമ്മൾ ലെവലാക്കി എടുത്തിട്ടുണ്ട് 2 എണ്ണത്തിൻ്റെ. ഇനി നമുക്ക് ഇതിൻ്റെ തൊപ്പ ഒന്ന് കളഞ്ഞു കൊടുക്കാം. അങ്ങനെ നമ്മൾ തൊപ്പ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ വീഡിയോയിൽ പിടിച്ചിരിക്കുന്ന പോലെ പിടിച്ചിട്ട് നമുക്ക് ഫ്ലഷ് ക്യൂക്ക് ഉപയോഗിച്ചിട്ട് നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ ആ ഒരു എഡ്ജ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. നമ്മുടെ സാൻഡർ അടിച്ച ആ പൊടി എടുത്തിട്ട് തന്നെ നമ്മൾ അടിപൊളിയായിട്ട് എഡ്ജ് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് സാൻഡർ അടിച്ചെടുക്കാം. ഇനി അടുത്തായിട്ട് വേണം നമുക്ക് ഇതുപോലത്തെ ഒരു ചിരട്ടയാണ്. അത് നമുക്ക് ഈ ഒരു ഡിസൈനിൽ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മൾ 4 എണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ വീഡിയോയിൽ ചെയ്യുന്നത് പോലെ നമുക്ക് ഇനി ഇത് രണ്ടൊന്ന് കൂട്ടി ഒട്ടിച്ചെടുക്കാം. ശേഷം നമുക്കതിൻ്റെ ആ എഡ്ജിലൊന്ന് ശേഷം പൊടിയിട്ടിട്ട് അതൊന്ന് ഫില്ല് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ 2 എണ്ണം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ തൊപ്പ ഒന്ന് കളഞ്ഞു കൊടുക്കാം. അങ്ങനെ നമ്മൾ തൊപ്പ കളഞ്ഞ് അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ കോണൊന്ന് റെഡിയാക്കി എടുക്കാം. അങ്ങനെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 2 ഇതിൻ്റെ ഒരു കോണ് കട്ട് ചെയ്ത് കളയാം. അങ്ങനെ നമ്മൾ 2 എണ്ണത്തിൻ്റെ കോണ് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു ചിരട്ടയിൽ ഞാനിപ്പോൾ വീഡിയോയിൽ ചെയ്യുന്നത് പോലെ പിടിച്ചിട്ട് നമുക്ക് അതൊന്ന് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. ശേഷം നമുക്ക് അതിൻ്റെ ആ ഒരു എഡ്ജ് കാര്യങ്ങളൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഫില്ല് ചെയ്ത് പേപ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലത്തെ ഒരു ഡിസൈൻ വരച്ച് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ അത് നമ്മൾ സാൻഡർ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇവിടെ ആയിട്ട് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. ശേഷം നമുക്ക് അതിൻ്റെ എഡ്ജ് ഒന്ന് ഫില്ല് ചെയ്ത് പേപ്പറൊക്കെ ഇട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ. ഇനി അടുത്തായിട്ട് വേണ്ടത് നമുക്ക് ഇതുപോലത്തെ MC-ലാണ്. ഇത് 2 കവർന്ന് ഒരേപോലെ എടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കാം നമുക്ക്. അങ്ങനെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലത്തെ ചെറിയ ചെറിയ ബോളുകളാക്കി മാറ്റാം. ഇനി ആ കുഞ്ഞു ബോളുകൾ ഉപയോഗിച്ചിട്ട് ഞാനിപ്പോൾ വീഡിയോയിൽ ചെയ്യുന്നത് പോലെ നമുക്ക് ഇതുപോലത്തെ മുള്ളുകൾ നമുക്ക് ഈ 2 സൈഡിലായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ 2 സൈഡിലും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതുപോലത്തെ ഒരു ഈർക്കിൾ ഉപയോഗിച്ചിട്ട് നമുക്ക് അതിലിങ്ങനെ ചെറിയ ചെറിയ വരകൾ ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ അതും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഡ്രില്ല് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ബാക്ക് ഭാഗത്ത് നമ്മൾ പെന്നിട്ട് വെക്കാനുള്ള ചെറിയ ചെറിയ ഹോളുകൾ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. പെന്നും പെൻസിലും ഒക്കെ ഇട്ട് വെക്കാനുള്ള ഹോളുകൾ അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലൊക്കെ ഞാനിപ്പോൾ വീഡിയോയിൽ ചെയ്യുന്ന ഈ ഭാഗങ്ങളിൽ മാത്രമായിട്ട് നമുക്ക് ബ്ലൂ കളർ പെയിൻറ്റ് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം. ബ്ലൂ കളർ അക്രിലിക് പെയിൻ്റാണ് നമ്മൾ അടിച്ചെടുക്കുന്നത്. എന്തുട്ട് സാധനം എന്ന് കണ്ടിട്ട് ഒന്നും മനസ്സിലാവണില്ല അല്ലേ? വൈകാതെ മനസ്സിലാവും. വീഡിയോ ഫുള്ളായിട്ട് കാണിട്ടോ. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് വൈറ്റ് കളർ അക്രിലിക് പെയിൻറ്റ് അടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ നല്ല അടിപൊളിയായിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അതും നമ്മൾ അടിപൊളിയായിട്ട് അടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ചെവിയുടെ ഉള്ളിലായിട്ട് നമുക്ക് റെഡ് കളർ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ടൊരു വെള്ള ഷെയ്ഡ് കൊടുക്കുകയാണെങ്കിൽ റോസ് കളറിലേക്ക് അത് മാറും. ഇതൊക്കെ ഉണ്ടാവും. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒരു ഷെയ്ഡായിട്ട് ഒരു ബ്ലാക്ക് കളർ അക്രിലിക് പെയിൻ്റ് കൊണ്ട് നമ്മളിങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും കണ്ടിട്ട് എന്താണെന്ന് മനസ്സിലായില്ലല്ലേ? ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ കുറച്ചു നേരം കൂടെ വെയിറ്റ് ചെയ്യും. ഇനി നമുക്ക് ഇതിൻ്റെ മൂക്ക്, വായ, അതേപോലെ ചുണ്ട്, പല്ല്, കണ്ണ്, പിരികൻ കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ ജസ്റ്റ് വരച്ചെടുക്കാം. ഇപ്പോഴെങ്കിലും എന്താണെന്ന് ഐഡിയ കിട്ടിയാൽ. ഇനി നമുക്കിതിൻ്റെ വായ്ക്കകത്തും അതേപോലെ മൂക്കിലും നമുക്ക് റെഡ് കളർ അടിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇതേപോലെ വൈറ്റ് ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു റോസ് കളറിലേക്ക് ഇത് മാറും. അങ്ങനെ നമ്മളെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാണ് സംഭവം. മുയലിൻ്റെ തല ഒരു പെൻ സ്റ്റാൻഡായി എങ്ങനെ ഇരിക്കും, അതാണ് നമ്മുടെ വീഡിയോ. അങ്ങനെയുണ്ട്, കളിച്ചില്ലേ? എല്ലാ ഐറ്റം സാധനങ്ങളും ഇട്ടേക്കാട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.